ഹലോ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ കാണാൻ വേണ്ടി പോകുന്ന ഒരു ചിയാ സീഡിൻ്റെ പുഡിങ്ങാണ്. വളരെ വ്യത്യസ്തമായിട്ടും ചിയാ സീഡ് കൊക്കോ പുഡിങ്ങാണ് ഇന്ന് തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് കണ്ടാലോ? നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യമേ തന്നെ ഒരു ഇത് തയ്യാറാക്കി എടുക്കുന്നുണ്ട്. നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് ഒന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി തയ്യാറാക്കി എടുക്കുകയാണ്. അതിനായിട്ട് ഒരു 1/4 കപ്പ് ഓറഞ്ച് ജ്യൂസും 1/4 കപ്പ് വെള്ളവും കൂടി ചേർത്ത് നല്ലതുപോലെ തന്നെ തിളപ്പിക്കണം കേട്ടോ. അതിനുശേഷം അതിനകത്തേക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഒരു 1/4 കപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ കശുവണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും കിസ്മിസുമാണ് എടുത്തിരിക്കുന്നത്. ഇതിനകത്ത് പിസ്ത, ബദാം എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് നുറുക്കി ചേർത്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ മുഴുവനായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഈ ഓറഞ്ച് ജ്യൂസിൽ കിടന്നിട്ട് നല്ലതുപോലെ ഇതൊന്ന് വറ്റി വരും. തിളച്ച് വറ്റി നല്ലൊരു കട്ടിയായിട്ട് വരും കേട്ടോ. അതുവരെ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ. നമ്മൾ നല്ലതുപോലെ അതിനകത്ത് ഒരു പ്രത്യേക ആ ഒരു ഫ്ലേവറും ഓറഞ്ചിൻ്റെ ഫ്ലേവറൊക്കെ കിട്ടും, അതിന് വേണ്ടിയാണ്. അപ്പോൾ അതവിടെ തയ്യാറാക്കി ഇത് നമുക്ക് കൊണ്ട് മാറ്റി വയ്ക്കുന്നത്. നമുക്ക് മേളിൽ ഇതിൻ്റെ ചിയാ സീഡിൻ്റെ മേളിൽ വെക്കാനുള്ളതാണ്. ഇത് ഓപ്ഷണലാണ്, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇതൊന്നും ഇട്ടില്ല എങ്കിലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ്ങാണ് കേട്ടോ ഇത്. ഇനി നമുക്ക് പുഡിങ് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് 1 കപ്പ് പാല് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പച്ചപ്പാലാണ്, അല്ലെങ്കിൽ കാച്ചിയ പാലാണെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി. അതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ തേൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ കൊക്കോ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇഞ്ചിയുടെ പൊടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഞ്ചിയുടെ പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഇഞ്ചി കൊത്തി അരിഞ്ഞത് ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ സിനിമൻ പൗഡറാണ്, കറുവപ്പട്ടയുടെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നട്ട്ബങ്കിൻ്റെ പൊടി ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ ജാതിയുടെ അകത്തുള്ള ആ ഒരിതുണ്ടല്ലോ, ആ ഒരു കുരു, അതിൻ്റെ പൊടി ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്ന 3 ടേബിൾ സ്പൂൺ ചിയാ സീഡ് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ആ കൊക്കോ പൗഡറും എല്ലാം നമ്മുടെ പാലിലോട്ട് നല്ലപോലെ മിക്സായി വരുന്നതിന് ശേഷം വേണം നമ്മളിതൊന്ന് ഫ്രിഡ്ജിൽ വെക്കാൻ. അല്ലാന്നുണ്ടെങ്കിൽ ഇത് പുറത്ത് വെച്ചാലും മതി. ഒരു 1/4 മണിക്കൂർ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മൾ ചിയാ സീഡൊക്കെ നല്ലപോലെ കുതിർന്ന് വരും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു ഫ്രിഡ്ജിൽ 30 മിനിറ്റ് വെച്ചിട്ടുണ്ട്. 30 മിനിറ്റ് വെച്ചപ്പോൾ തന്നെ നമ്മുടെ ചിയാ സീഡൊക്കെ നല്ലപോലെ കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. കുറച്ച് നേരം കൂടി ഇരുന്ന് കഴിഞ്ഞാൽ കുറച്ചും കൂടി കട്ടിയാകും. അപ്പോൾ അത്രേ ഉള്ളൂ. ലാസ്റ്റ് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സും കൂടി അതിൻ്റെ പൊക്കത്തോട്ട് ഇട്ട് കൊടുക്കാം. ആ ഡ്രൈ ഫ്രൂട്ട്സ് ആ ഒരു ഓറഞ്ചിൻ്റെയൊക്കെ ഫ്ലേവർ വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അതിന് വേണ്ടിയാണ്. അല്ലാന്നുണ്ടെങ്കിൽ വെറുതെ നിങ്ങൾ ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്താലും മതി. ഈ ഓറഞ്ച് ജ്യൂസ് ഓപ്ഷണലാണ് കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിയാ സീഡ് കൊക്കോ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഡയറ്റ് എടുക്കുന്നവരാണെങ്കിൽ ഹണി കുറച്ച് ചേർത്താൽ മതി. ഡ്രൈ ഫ്രൂട്ട്സും അതുപോലെ തന്നെ കുറച്ച് ചേർത്താൽ മതി. അപ്പോൾ അത്രേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതിന് വേണ്ടി താങ്ക്സ് ഫോർ വാച്ചിങ്.